ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടുമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് പച്ചരി നല്ലതായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ നേരം ഒന്ന് കുതിരാനിട്ടേക്കുമായിരുന്നു. അപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരി 250 ml കപ്പിൽ 1.5 കപ്പ് എടുത്തത്, അതായത് 300 ഗ്രാം പച്ചരിയുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ശർക്കര ഞാനൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. 200 ഗ്രാം അല്ലെങ്കിൽ ഒരു 225 ഗ്രാം ഒക്കെ ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യണം. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യണം. നല്ലതായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യും. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പാളയന്തോടം പഴം ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുക. അത് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ 4 ഏലക്ക ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു ലൈറ്റായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കംപ്ലീറ്റ് ആറണമെന്നില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കുമ്പോൾ ചെറിയൊരു തരിയായിട്ടൊക്കെ അരച്ചാലും കുഴപ്പമില്ല. റവയുടെ അത്രയൊന്നും ആവരുത്. റവയെക്കാട്ടിൽ കുറച്ചും കൂടെ തരി കുറവായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയിലാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ദോശമാവിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഈ ഒരു ടൈമിൽ ഇരിക്കണം. ഇനി ഇത് അടച്ച് 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ നേരം ഒന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇതിപ്പോൾ കോരാറായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് എള്ളി ചേർത്ത് കൊടുക്കാം. കറുത്തെള്ള് 1 ടീസ്പൂൺ. ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എള്ളി ചേർത്ത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇതിലോട്ട് 2 നുള്ളി ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 നുള്ളി ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടി. 1 നുള്ളി ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെയ്യും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. അപ്പം നിങ്ങൾ ഇതുപോലെ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ ഉണ്ണിയപ്പക്കാരയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് അതിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇപ്പോൾ എണ്ണയും നെയ്യ് ഒഴിച്ചത് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ ഈസി ആയിരിക്കും. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട. മീഡിയത്തിനെക്കാട്ടിൽ ഒരു ശകലമൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ ഉള്ളു വേവത്തില്ല, പുറം പെട്ടെന്ന് അങ്ങ് കരിയും. ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഒഴിക്കുവാണെങ്കിൽ ആ നടുക്കൂന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത്. പകുതിയും കഴിഞ്ഞ് ശകലം കൂടെയൊക്കെ ഒഴിക്കുവാണെങ്കിൽ അതുപോലെ നടുവിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരത്തില്ല. നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഇളക്കിയെടുക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പകുതി ഒഴിച്ചാലും മതി, അതാണ് നല്ലത്. 1/4 ഭാഗം ഒഴിക്കണമെന്നില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് പഴം ചേർത്തായതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല. 2-3 ദിവസമൊക്കെ നമുക്ക് വെളിയിൽ വെക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവൻ ഉണ്ടെങ്കിൽ ചൂടാക്കി എടുക്കാം, അങ്ങനെയും കഴിക്കാം. നല്ല സോഫ്റ്റായിട്ടും നല്ല മുരിഞ്ഞ ഉണ്ണിയപ്പം അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.